നീ കാരണമാടി പന്ന മോളെ. നിന്റെ ഒലക്കമ്മലൊരു ഐഡിയ. നിന്നോട് ആരടി പറഞ്ഞത്? അമ്മയോട് പറയാൻ. അമ്പലത്തിലേക്കുള്ള പോക്കാണ് മണിയും നന്ദനും. അതിനിടയിൽ നന്ദൻ ഉറഞ്ഞു തുള്ളിയതും മണി കണ്ണൂരിട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. പന്നമോള് തൻ്റെ കുഞ്ഞമ്മയെ പോയി വിളിയിടോ. അവളൊരു കൂസലും കൂടാതെ പറഞ്ഞുകൊണ്ട് ചവിട്ടിത്തുള്ളി പോകുന്നതും കണ്ട് നന്ദൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ആദ്യമൊക്കെ തല്ലുണ്ടാക്കുമെങ്കിലും നേരിൽ കാണുമ്പോൾ അല്പം ഒതുങ്ങി നിന്നിരുന്ന പെണ്ണ വന്നു വന്ന് തീരെ ബഹുമാനമില്ലാതായി മാറി. ടേ ഷിമക്കൊന്നേ, എന്താടോ കടവൽക്കച്ച? അവൻ വിളിച്ച സ്പോട്ടിൽ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി അലറി വിളിച്ചുകൊണ്ട് മണി ചോദിച്ചതും നന്ദൻ പോലും ഒന്ന് പതറി. അവനൊന്ന് ചുമല് കൂച്ചി ഒന്നുമില്ല എന്ന് കാണിച്ചതും അവൾ പുറത്തേക്ക് വന്ന് ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. അവനാണെങ്കിൽ ഇവൾക്ക് ഏത് പാതിയാ കയറിയത് എന്ന ആലോചനയിലാണ്. ഡോ! പെട്ടെന്ന് മണിയുടെ വിളി കേട്ട് അവൻ താഴെ നിന്നും കണ്ണെടുത്ത് അവളെ നോക്കിയതും അവൾ അവന് നേരെ കൈ നീട്ടിക്കൊണ്ട് കാത്തു നിൽക്കുകയായിരുന്നു. അവൻ്റെ കണ്ണ് ആദ്യം പോയത് കയ്യിലെ ടോർച്ചിലേക്കാണ്. ഓ അതാണോ? അവൻ അത് അവളുടെ കയ്യിൽ കൊടുത്തതും അവൾ കണ്ണും മിഴിച്ച് അവനെ നോക്കി. എനിക്കെന്തിനേത്? നീയല്ലേ കൈ നീട്ടി നിന്നത്? അവൻ്റെ ഉത്തരം കേട്ട് അവൾ അവനെ അടിമുടി നോക്കി. കൈ നീട്ടി എഴുതി തരാനാണ്. തൻ്റെ കൈ ഒന്ന് തന്നേ. അവളുടെ വാക്കുകൾ കേട്ട് അവൻ വിശ്വാസം വരാതെ അവളെ ഒന്ന് നോക്കിപ്പോയി. ഇങ്ങ് താ നന്ദേട്ടാ. അവൾ ചെറുചിരി ചുണ്ടിൽ വിരിയിച്ചുകൊണ്ട് പറഞ്ഞതും അവനും ചിരിയോടെ അവളുടെ ഉള്ളം കൈയോട് കൈ ചേർത്ത് വെച്ചു. വിരലുകൾ തമ്മിൽ കോർത്തു. നടത്തം തികച്ചും മൗനത്തിൻ്റെ അകമ്പടിയോടെയായിരുന്നു. ചുമലുകൾ തമ്മിൽ പ്രണയം കൈമാറുമ്പോൾ ഇടയ്ക്കിടെ കണ്ണുകൾ സംസാരിക്കുമ്പോഴും അവർ മൗനമായിരുന്നു. നന്ദേട്ടാ. മൗനത്തെ കീറി മുറിച്ചത് അവളായിരുന്നു. അവൻ ചെറുതിലെ തല ഒന്ന് താഴ്ത്തി സംശയഭാവത്തോടെ അവളെ നോക്കി. അല്ല, ഞാൻ കൈ നീട്ടിയപ്പോൾ നന്ദേട്ടൻ എന്തിനാ ടോർച്ച് വന്നത്? സംശയം തികച്ചും ന്യായം. അതിന് മറുപടി ഒന്നോണം അവളൊന്ന് പൊട്ടിച്ചിരിച്ചു. അവൾ ചുറ്റും ഒന്ന് നോക്കിക്കൊണ്ട് അവൻ്റെ കയ്യിൽ ഒന്ന് പിച്ചി. ഒന്ന് മെല്ലെ, ആൾക്കാർക്കുള്ളതാ, റോഡാണെന്ന ബോധമുള്ളത് നല്ലതാ. അവൾ ഇച്ചിരി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവനെ മറികടന്ന് മുന്നോട്ട് നടന്നതും അവൻ അവളെ എത്തിപ്പിടിച്ചുകൊണ്ട് തോളിലൂടെ കൈയിട്ടു. അവൾ മുഖം ചരിച്ചതും അവൻ്റെ ചിരിയുടെ ആക്കം കൂടി. ഡി പെണ്ണെ, നിനക്ക് ഓർമ്മയുണ്ടോ നീ കവിള് കാണിച്ചു തന്നപ്പോൾ ഞാൻ ഉമ്മ വെച്ചതിന് എണ്ണീട്ട് അലക്കിയത്? അതിനുശേഷം പേര് ഇച്ചിരി കൂടുതലാണ്. കാരണമേ നീ ശരിക്കും ഒരു വട്ടുകേസാ. എപ്പോഴാ എങ്ങനെയാ പ്രതികരിക്കുകയെന്ന് പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ തടി കൂടി നോക്കണ്ടേ? അവൻ ചിരിയോടെ പറഞ്ഞതും അവൾ ചുണ്ടിൽ ഊറി വന്ന ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് കൈ മുട്ടുവെച്ച് അവൻ്റെ വയറ്റിലൊന്നിടിച്ചു. അവൻ അല്പമൊന്ന് പിന്നിലേക്ക് മാറിയെങ്കിലും മുന്നോട്ട് നടക്കുമ്പോൾ അവളുടെ ഇടതുകരം അവൻ്റെ വലതുകരത്തിൽ സുരക്ഷിതമായിരുന്നു. ഇരുളും നിശബ്ദതയും ഒരുപോലെ കലർന്ന കാവിൽ നാഗത്താന്മാർക്ക് മുന്നിൽ വിളക്ക് തെളിയിച്ച് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ അവൾ വീണ്ടും ആ പഴയ പാവാടക്കാരിയായി മാറിയിരുന്നു. ഉള്ളിൽ ഒരുപാട് ഓർമ്മകളോടെ എപ്പോഴോ ഉള്ളിൽ കയറിക്കൂടിയവനോടൊപ്പം അല്പം സമയം ചിലവഴിക്കാൻ കള്ളങ്ങൾ പറഞ്ഞും വാശി പിടിച്ചും കാവിലേക്ക് വരുന്നവൾ. പിന്നീട് ആ ശീലം അവൻ നിർത്തിയപ്പോഴും അവൾ അത് തുടർന്നു. ഒരുപാട് ഇഷ്ടത്തോടെ പ്രാർത്ഥിച്ചു. ഒരിക്കലെങ്കിലും ആ കണ്ണുകളിൽ തന്നോടൊരു കുഞ്ഞിഷ്ടമെങ്കിലും കാണാൻ ആഗ്രഹിച്ചു. ഇന്ന് അവൻ തൻ്റെ സ്വന്തമാണ്, തനിക്ക് മാത്രം അവകാശപ്പെട്ടത്. 1000 വട്ടം അവൾ നന്ദി പറഞ്ഞു. കണ്ണുകൾ തുറക്കുമ്പോൾ ആ ഉണ്ടക്കണ്ണുകൾ ചുവന്നിരുന്നു. മിഴിനീർ കവിളുകളെ തലോടി താഴേക്ക് പതിച്ചു. പക്ഷേ ചുണ്ടിൽ ചെറു പുഞ്ചിരി ഉണ്ടായിരുന്നു. അവൾ മെല്ലെ തല ചിരിച്ചു തൻ്റെ അടുത്ത് നിൽക്കുന്ന നന്ദനെ നോക്കി. അവൻ അവളെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുകയായിരുന്നു. അവനും അറിയാമായിരുന്നു അവളുടെ ചിന്തകൾ സഞ്ചരിക്കുന്ന ഇടങ്ങൾ. അവൾ ഇച്ചിരി ഗൗരവത്തോടെ പിരികം പൊക്കി എന്തേ എന്ന് ചോദിച്ചതും അവൻ ചുണ്ടിൽ തെളിഞ്ഞ കുസൃതി ചിരിയോടെ മീശ പിരിച്ചു വെച്ചുകൊണ്ട് ഒന്ന് കണ്ണ് ചിമ്മി കാണിച്ചു. അവളും ആ ചുണ്ടുകൾ വികസിക്കും മട്ടെ പുഞ്ചിരി തൂകിപ്പോയി. കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് പോകാം. കൊയ്യാൻ പാകപ്പെട്ട നെൽക്കതിരുകൾക്കു നടുവിലായി കെട്ടിയ ഏറുമാടത്തിലേക്ക് കയറിക്കൊണ്ട് നന്ദൻ പറഞ്ഞതും മണിയും പ്രയാസപ്പെട്ടുകൊണ്ട് മുകളിലേക്ക് കയറി. നന്ദൻ അവളെ കയറാൻ സഹായിച്ചുകൊണ്ട് അവൻ്റെ അടുത്തു തന്നെ ഇരുത്തി. വടക്കു നിന്നും വീശിയടിക്കുന്ന പാതിരാക്കാറ്റിൽ നെൽക്കതിരുകൾ ആടി ഉലയുന്നുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകൾ പലപ്പോഴും തേടിപ്പോയത് ഇടതൂർന്ന കാർക്കുന്തലുകൾ പിന്നിലേക്ക് മടക്കി കെട്ടി വെച്ചിരിക്കുന്ന മണിയിലേക്കായിരുന്നു. അവൻ അപ്പോൾ തോന്ന കുസൃതിയിൽ അവളുടെ മുടിയിഴകൾ ഒന്ന് കെട്ടഴിച്ചതും അത് അഴിഞ്ഞു വീണു. അവളൊന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കിയപ്പോൾ അവൻ ചെറു ചിരിയാലെ അവളെ നോക്കിയിരിക്കുകയായിരുന്നു. എന്തോ നന്ദേട്ടെ കാണിച്ചേ? അവൾ പരിഭവം നിറച്ച് ചോദിച്ചുകൊണ്ട് മുടിയിൽ പിടുത്തമിട്ടതും അവൻ നിഷേധാർത്ഥത്തിലൊന്ന് തലയാട്ടിക്കൊണ്ട് അവയെ സ്വതന്ത്രമാക്കി. പണ്ട് നീ ഇങ്ങനെയായിരുന്നു. അവൻ ചുണ്ടിലെ ചിരി മറയ്ക്കാൻ കഴിയാതെ പറഞ്ഞതും അവൾ പിന്നെ ഒന്നും മിണ്ടിയില്ല. നോട്ടം മെല്ലെ ദൂരെ പരന്നു കിടക്കുന്ന വയലുകളിലേക്ക് പാറി വീണു. നന്ദേട്ടന് പണ്ട് എന്നോട് ചെറിയൊരു ഇഷ്ടമെങ്കിലും തോന്നിയിരുന്നോ? മുന്നോട്ട് നോക്കി തന്നെയായിരുന്നു അവളുടെ ചോദ്യം. അവൻ അവളെ നോക്കാതെ തന്നെ ഇല്ല എന്നർത്ഥത്തിൽ തലയാട്ടി. അവളും അതറിഞ്ഞുകൊണ്ടൊന്ന് ചിരിച്ചു. ഒരു തെളിമയില്ലാത്ത പുഞ്ചിരി.
തിരിച്ചറിവ് വന്ന നാൾ മുതൽ പെൺകുട്ടികളുടെ കൂടെ നടക്കുന്നത് മോശമായി കണ്ടു തുടങ്ങി. അന്ന് തുടങ്ങി നിന്നെ വെറുക്കാനും. എപ്പോഴും നന്ദേട്ട നന്ദേട്ട എന്നും വിളിച്ചു വരുന്ന നിന്നോട് നല്ല ദേഷ്യമായിരുന്നു. പിന്നെ എപ്പോഴും നിൻ്റെ ഭാഗത്തു നിന്നും ദേഷ്യം വന്നപ്പോഴും വഴക്കുണ്ടാക്കാനല്ലാതെ എൻ്റെ അടുത്തേക്ക് വരാതിരുന്നപ്പോഴും എനിക്കതൊന്നും ഒരു പ്രശ്നമായി തോന്നിയില്ല. അന്ന് നീ കുറച്ചു കാലം സാഹിത്യ സമാജം എന്നും പറഞ്ഞ് ഇവിടെ നിന്ന് മാറി നിന്നപ്പോൾ എന്തോ ഞാൻ നിന്നെ മിസ് ചെയ്തു. അവിടെ നിന്നും തുടങ്ങി സ്കൂളിൽ ഓരോ പ്രവർത്തനത്തിനും നീ ഇറങ്ങുമ്പോഴും എന്നെ ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെയുള്ള നടത്തും. ബാക്കിയുള്ളവരോടെല്ലാം ഉള്ള ഓവർ സംസാരവും എല്ലാം എന്തോ ഒരു ഇറിറ്റേഷനാണ് ഫീൽ ചെയ്തത്. അന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ +2 പഠിക്കുമ്പോൾ നിനക്ക് ലവ് ലെറ്റർ എന്ന വിവേകിനെ നിനക്ക് ഓർമ്മയുണ്ടോ? അവൻ പറഞ്ഞ് തീരും മുന്നേ ചോദിച്ചതും അവളൊന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. അവൻ കുസൃതിയോട് ചിരിച്ചു. അവൻ നിനക്ക് തന്ന ലവ് ലെറ്റർ നീ പോലും അറിയാതെ എടുത്തു മാറ്റിയത് ഞാനാ. വലിയ ഇഷ്യൂ ഒന്നും ആക്കിയില്ലെങ്കിലും അതെനിക്ക് സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു. അന്ന് തോന്നിയ ദേഷ്യമായിരുന്നു പിന്നീട് നിന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് മനസ്സിലാക്കാൻ ഉപകരിച്ചത്. നിന്നോട് പറയാൻ സത്യത്തിൽ പേടിയായിരുന്നു. കാരണം ഒന്നാമതേ മുകിലെന്നും പറഞ്ഞ് എൻ്റെ ഉറക്കം കളയുന്ന പെണ്ണ്. പിന്നെ എൻ്റെ ഇഷ്ടം നീ ഒരു തമാശ എടുത്താലോ എന്ന് തോന്നി. എല്ലാം ക്ലാരിറ്റി വരുത്തിയിട്ട് പറയാമെന്ന് കരുതി. എല്ലാം ശരിയായി വന്നപ്പോൾ ഇത്രയും കാലം എടുത്തു. തന്നോട് ചേർന്നിരുന്ന് തോളിൽ തല ചേർത്ത് കിടക്കുന്ന മണിയുടെ നെറുകയിൽ ചെറുതിലെ ഒന്ന് മുത്തിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ അവൻ്റെ തോളിൽ ഒന്ന് ചുണ്ടമർത്തി. ഏട്ടനറിയായിരുന്നു? അറിയാം. എല്ലാം ഞാൻ അവനോട് പറഞ്ഞതാ അന്ന് തന്നെ. അവൻ പറഞ്ഞ് അവസാനിപ്പിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ ഏട്ടനെ വെറുക്കല്ലേ കേട്ടോ നന്ദേട്ടാ. അവൾ ഒരു ഏങ്ങലോടെ പറഞ്ഞതും അവനൊരു സംശയത്തോടെ അവളെ നോക്കിയതും അവൾ യാതൊരു മാറ്റവും കൂടാതെ അവനിലേക്ക് ചേർന്നിരിക്കുകയായിരുന്നു. എല്ലാം നന്ദേട്ടൻ തുറന്നു പറഞ്ഞിട്ടും എൻ്റെ ഏട്ടനെല്ലാം മറച്ചു വെച്ചു എന്നോർത്ത് ഒരിക്കൽ പോലും എൻ്റെ ഏട്ടനെ പഴി പറയരുത് കേട്ടോ. എനിക്ക് ആകെയുള്ളത് എൻ്റെ ഏട്ടനാണ്. എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ ഏട്ടൻ. ഒരു ജോലി കിട്ടും മുന്നേ എന്നെ നോക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആരോടൊന്നും പറഞ്ഞില്ലെങ്കിലും ആ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്. അതിനൊരിക്കലും വെറുക്കരുത് കേട്ടോ നന്ദേട്ടാ. പറയുമ്പോൾ അവളുടെ ചുണ്ടുകൾ വിറയൽ കൊള്ളുന്നുണ്ടായിരുന്നു. അവൻ അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു. നെറുകയിൽ പതിയെ ചുണ്ടുകൾ ചേർത്തു. നിനക്ക് തോന്നുന്നുണ്ടടി അവനെ ഞാൻ വെറുക്കുന്നു. നിന്നേക്കാൾ, നമ്മുടെ പാറുവിനേക്കാൾ ഏറെ ഞാൻ ആഗ്രഹിക്കുന്ന അവൻ്റെ സന്തോഷമാണ്. അവനെ സ്നേഹിച്ചു എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ പാറുവിനെ വെറുതെ വിട്ടത്. എൻ്റെ പെങ്ങൾക്ക് അവനേക്കാൾ യോഗ്യതയുള്ള വേറൊരുത്തൻ വേറെ ഇല്ല. വളരെ ശാന്തമായിരുന്നു അവൻ്റെ ശബ്ദം. അവളും ചെറുപുഞ്ചിരിയോടെ അവനെ ചാരിയിരുന്നു. അതെ, എൻ്റെ പാറുവിനെങ്ങാനും കാര്യമായി ഉപദ്രവിച്ചിരുന്നേ സ്നേഹിക്കുന്നവനാണെന്നൊന്നും ഞാൻ നോക്കില്ലായിരുന്നു, കയറി അടിച്ചേനെ. ഒരു പൊട്ടിച്ചിരിയോടെയായിരുന്നു അവളുടെ മറുപടി. അത് അവനിലും ചിരി നിറച്ചു. അവളുടെ നെറ്റിയിൽ മെല്ലെ വിരൽ വെച്ച് തട്ടി.